നല്ല ഡാൻഡ്രഫ് ഉണ്ട്, ഉണ്ടല്ലേ? നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ട്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ തലയിലാണെങ്കിൽ പെയിനും ഡാൻഡ്രഫും ഒക്കെ ഉണ്ടായി. രാവിലെ നനഞ്ഞ മുടിയൊക്കെ കെട്ടിയിട്ട് പോകുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു സ്പാ കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നിറയെ ഉണ്ട്. തലയിലെ ഡാൻഡ്രഫും ഇച്ചിങ്ങൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്പാ ക്രീമൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്റ്റീം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റീം കൊടുക്കുന്ന സമയത്ത് തലയിൽ ശരിക്കും ക്രീമുകളൊക്കെ നന്നായി പിടിച്ച് ആ ഇച്ചിങ്ങൊക്കെ ഒന്ന് മാറിക്കിട്ടും. കുട്ടികളിലപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമ്മളത് ഇത്ര നിസ്സാരമായി കാണണ്ട. കാരണം ഈ ഡാൻഡ്രഫ് ഉണ്ടാകുമ്പോൾ സന്ധ്യാസമയമാകുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാണെങ്കിലും ചെവിൻ്റെ ഉള്ളിൽ ചൊറിച്ചൽ, മൂക്ക് ചൊറിച്ചൽ, പിന്നെ അതേപോലെ തൊണ്ടയിൽ ഇങ്ങനെ ചൊറിച്ചൽ പോലെയൊക്കെ സന്ധ്യാസമയത്ത് വൈകുന്നേരം ബോഡി സൈലൻ്റ് ആകുന്ന സമയത്തൊക്കെ ആവും. പിന്നെ അത് മാത്രമല്ല, കുട്ടികളുടെ ആയാലും വലിയവരുടെ മുഖത്തൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ അത് തലേന്ന് കൂടുമ്പോൾ താഴോട്ടേക്ക് ഇറങ്ങും, സ്കിന്നിലോട്ട് ഇറങ്ങി നമ്മുടെ ഐബ്രോയിലോട്ട് വരെ അതെത്തും. ഐബ്രോ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഐബ്രോ കൊഴിഞ്ഞു പോകും. കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഐബ്രോ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. കൂടുതൽ ആൾക്കാരിലും വരാറില്ല. അപ്പോൾ ഇതുപോലെ ഡാൻഡ്രഫ് കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സലൂണിൽ അതും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നന്നായിട്ട് ഡാൻഡ്രഫെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. ഇപ്പം സ്കാൽപ്പിലും ഡാൻഡ്രഫൊന്നുമില്ല, എല്ലാം മാറിയിട്ടുണ്ട്. നന്നായി ഡാൻഡ്രഫ് വന്നുകൊണ്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, ഡാൻഡ്രഫൊക്കെ പോയിട്ട് മുടി നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കിൽ നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ ഈരുകൾ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റു പെയിനും ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ, പെയിനൊന്നും ഇല്ല. ഇപ്പോൾ ഈര് മാത്രമേ ഉള്ളൂ. പിന്നെ അത്ര പെട്ടെന്ന് സ്പാലൊന്നും അത്ര പെട്ടെന്ന് പോകില്ല. അത് ചെയ്ത് തന്നെ കളയണം. പിന്നെ അതുണ്ടല്ലേ, ഡാൻഡ്രഫൊക്കെ പോയിട്ടുണ്ട്. മുടി നല്ല സോഫ്റ്റായി. ഇനിയിപ്പോൾ ഇതിൽ ചെറിയൊരു ലെയർ കട്ടും കൂടെ, ലെയർ കട്ടല്ല, ഒക്കെ വോളിയം കുറവാണ്, ലെങ്ത് ഉണ്ട്. അപ്പോൾ ആ വോളിയം കുറച്ച് കൂടുന്ന രീതിയിലുള്ളൊരു ഹെയർ കട്ടും കൂടെ കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓളിയം കൂടി തോന്നാൻ തുടങ്ങി ഹെയറിന്. മുമ്പ് ആദ്യം വലിയ ഓളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കണ്ടില്ലേ, ചെറിയൊരു ലെയർ പോലെയൊക്കെ കൊടുത്തിട്ട് കുറച്ചൊരു ഓളിയം ഉള്ള രീതിയിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നന്നായിട്ട് ഡാൻഡ്രഫും കുറഞ്ഞു, മുടി നല്ല സോഫ്റ്റായി. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സ്പാനിൻ്റെ ഇത് കഴിഞ്ഞ് ഹെയർ കട്ട് അതേ കൊടുത്ത് തന്നെ ഒരു ഹെയർ കട്ടിങ് കൊടുത്തു. സ്കാൽപ്പൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. കണ്ടില്ലേ,
എല്ലാ ഡാൻഡ്രഫും പോയി. അപ്പോൾ ഇത് സ്പാ ചെയ്യുന്നതിലും മാത്രമല്ല അതിൻ്റെ ആഫ്റ്റർ കെയറും കൂടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫില്ലോ കാര്യങ്ങളതൊക്കെ ഒഴിവാക്കുക. പിന്നെ കൂടുതൽ ഓയിൽ തലയിലിടുന്നതും സോപ്പ് തലയിലിടുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നല്ല രീതിക്ക് മുടി നിൽക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഡാൻഡ്രഫ് ഉണ്ടാവാനും സാധ്യത കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കൂടെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.